ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഏതിൻ്റെ കമൻറ്റാണ് ഞാൻ വായിക്കുന്നത് എന്നുള്ളതൊന്ന് ആ വീഡിയോയുടെ തംബ്ലൈൻ ഒന്ന് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് ഒരാൾ കാണുന്നതെങ്കിൽ അവർക്ക് ഒരു കാര്യവും പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ തംബ്ലൈന് വായിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മറ്റേ വീഡിയോ ഞാൻ തംബ്ലൈന് വായിക്കുന്ന വീഡിയോയും കൂടി ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രമേ എന്തിൻ്റെ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമുക്ക് പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത്, മരണം മുമ്പിൽ കണ്ടപ്പോൾ വാപ്പാനെ മയ്യത്ത് കാണിക്കരുതേ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളും അറിയണം എന്നാണ് ഞാൻ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കമൻസ് ആണ്. എൻ്റെ റോഹനും ഭയങ്കര കുസൃതിയാണ്. അതിൻ്റെ തംബ്ലൈനാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ കമൻസ് ആണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റിലേക്ക് പോയാലോ. ഫസ്ന ഷമീർ, നാളെ ഞാനൊക്കെ കമൻറ്റ് മറുപടിയുമായി വരുമോ? നാളെ ഞാനൊക്കെ കമൻറ്റിൻ്റെ മറുപടിയുമായി വരുമോ? നീയൊക്കെ കമൻറ്റിൻ്റെ മറുപടിയുമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കമൻറ്റിന് മറുപടിയായിട്ട് വരുന്നുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്, എത്ര പേർക്ക് കമൻറ്റിന് അത് മതിയാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ഇടുക എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഷിഹാബ്, അവർ കമൻറ്റ് എഴുതിയത് ഒക്കെ ശരിയായിരിക്കും, പക്ഷേ നിനക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇവരെഴുതുന്നതൊക്കെ ശരിയായിരിക്കും, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ടായിരിക്കാം. മേ ബി അങ്ങനെ ആയിരിക്കാം, അറിയാൻ പറ്റില്ല. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്ന ഷമീർ, ബാപ്പാക്ക് കൊടുത്ത ഫോൺ ഒക്കെ നീ തന്നെ പൊട്ടിച്ചല്ലോ. ആണോ ഫസ്ന? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫസ്ന വേറൊരു കമൻ്റ് കൂടി ഇട്ടിക്കുക, അതോട് വായിക്കാം. പാപ്പാനോട് സ്നേഹം നീ ഇന്നലത്തോടെ ഇല്ലാതെയാക്കിയില്ലേ? അല്ല ഫസ്ന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ഈ വർത്താനം കേട്ടാൽ തോന്നും നിന്റെ ഉമ്മ എൻ്റെ വാപ്പൻ്റെ കാമുകിയാണെന്ന്. അങ്ങനെ വല്ലതും ഉണ്ടോ ഫസ്ന? അല്ല, അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എന്തോ നടന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് നീ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വാപ്പയും നിൻ്റെ ഉമ്മയും തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നാണോ ഫസ്റ്റ് നീ പറയുന്നത്? അല്ല, ചോദിക്കുക ഞാൻ. എൻ്റെ വാപ്പാടെ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു എന്നും എൻ്റെ വാപ്പാടെ സ്നേഹം ഇന്നലത്തോടുകൂടെ ഞാൻ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും തമ്മിൽ എന്തോ അവിഹിതം ഉണ്ടെന്ന്. എന്തുവാണ് ഫസ്ന? ഏതായാലും നിന്റെ ഭർത്താവിനും കുട്ടികൾക്കും, ആ 2 കുട്ടികൾക്ക് ഉണ്ടല്ലോ, ആൺകുട്ടിയും പെൺകുട്ടിയും, അവർക്കൊക്കെ സുഖം തന്നെയല്ലേടേ? അപ്പോൾ ഫസ്ന എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണാണ്. എൻ്റെ വാപ്പാൻ്റെ സ്നേഹം പോയോ അല്ലേ എന്നുള്ളത് അത് വാപ്പാനോട് ചോദിക്കണം. ഫസ്നയുടെ ഉമ്മ വെറും ഒരു വേശ്യയാണ്. വേശ്യ എന്ന് പറഞ്ഞാൽ പോരാ, പക്കാ വേശ്യയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുവിധം പുരുഷന്മാരൊക്കെ അവളുടെ വീട്ടിലാണ് ഉണ്ടാവാറ്, ഈ ഫസ്നയുടെ ഉമ്മയുടെ കയ്യിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതായിരിക്കും ചിലപ്പം ഫസ്ന ഉദ്ദേശിച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ വാപ്പയും ഫസ്നയുടെ ഉമ്മയും തമ്മിൽ അവിഹിതം ഉള്ളത് മാതിരിയാണ് ഫസ്ന സംസാരിക്കുന്നത്. ബാപ്പ അങ്ങക്ക് അങ്ങനെ വല്ല ചിന്താഗതി ഉണ്ടെങ്കിൽ കാലും മുട്ടുകാരി ഞാൻ തല്ലി ഒടിക്കും, അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാൻ. നോക്കാൻ മാത്രമല്ല തല്ലാനും എനിക്കറിയാം എന്നുള്ള മറുപടിയും കൂടി ഫസ്നക്കും കൊടുത്തിരിക്കുന്നുണ്ട്. അല്ല, ഇവരുടെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നുന്നല്ലോ ഫസ്ന ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചതെന്ന്. ആണോ ഫസ്ന? ഷമീർ ഏതായാലും വിളിക്കുന്നുണ്ടല്ലേ, ഷംസീർ ഏതായാലും വിളിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ദീപക് കുമാർ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. കുക്കു ഫാമിലി, കമൻറ്റ് വായിക്കാനും അറിയില്ല, അറിയാത്തത് കൊണ്ടാണ്. എടി ശിക്ഷ അനുഭവിക്കാൻ ഒരാൾ റംല മൂസ ഇട്ടതാണ്. എടി ശിക്ഷ അനുഭവിക്കാൻ എന്നിട്ട് പിന്നെ അള്ളാഹു ശിക്ഷ അടുത്ത് തന്നെ ഇറങ്ങും. അള്ളാഹു ഈ അടുത്ത് തന്നെ ശിക്ഷ ഇറങ്ങും. ഈ മറ്റേ പാർട്ടി പ്രചാരണം പോലെ ഉണ്ടല്ലോ, എന്തുവാന്ന് എനിക്കറിയില്ല.
പിന്നെ മുഹമ്മദ് ഷബീബ്, നിനക്ക് എന്താ നിനക്ക് നിനക്ക് വരാൻ പോകുന്നു, എനിക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. പീരീഡ്സ് ആണെങ്കിൽ എനിക്ക് വരാൻ പോകുന്നുണ്ട്, അതായിരിക്കും മേ ബി അവൻ ഉദ്ദേശിച്ചത്, എനിക്ക് അറിഞ്ഞൂടാട്ടോ. പിന്നെ ഹനിയ മെഹറിൻ, നിന്റെ തള്ള. ആരുടെ തള്ള? അനിയ മെഹറിൻ്റെ തള്ള. എന്താ മെയിലിയാർക്കല്ല മൊയിലിയാർക്കാട്ടോ. ചിലവിന് കൊടുക്കുമ്പോൾ അവിടെ പലതും നടക്കാറുണ്ടല്ലേ. എൻ്റെ പൊന്നാര മോളെ, എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ചിലവിന് കൊടുക്കാറില്ല. നിൻ്റെ വീട്ടിൽ നിൻ്റെ തള്ള പള്ളിയിലേക്ക് മൊല്ലിയാമാർക്ക് ചിലവിന് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് എൻ്റെ വീട്ടിലത്തെ കാര്യമാക്കി എടുത്ത് വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിലേക്ക് മൊല്ലിയാർ വരൂല, കാരണം കൃഷ്ണനെ കൊണ്ടുണ്ടാക്കിയ വീടാ. അതറിയില്ല, പറയുമ്പോൾ എന്തെങ്കിലും കയമ്പുള്ള കാര്യം പറയണ്ടേ. മുഹമ്മദ്, പോയി പണി നോക്കടി. താങ്ക് യു. മുഹമ്മദ് തന്നെ, അനക്കൊരു പണിയും ഇല്ലേടി. ഇല്ലടാ, ഒരു പണിയുമില്ല. ഞാൻ ഇങ്ങനെ ജില്ലാ കളക്ടർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ പണി കിട്ടിയാൽ ഞാൻ നന്നായിട്ട് എന്താ പറയുക, സമൂഹത്തെ നിങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ ദ്രോഹികളെ നന്നാക്കിയെടുക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ജില്ലാ കളക്ടർ ജോലിക്ക് വേണ്ടിയിട്ട് പല പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടുന്നില്ലടേ. റജില, ജസ്ന സൂപ്പർ, താങ്ക് യു. എന്താ ഷാദിയ, ഭംഗിയില്ല ആദ്യത്തെ ചെയ്തതാണ് ഭംഗി. ഭംഗിയില്ല ആദ്യത്തെ ചെയ്തതാണ് ഭംഗി. എനിക്ക് അറിയില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. വേറെ ഏതൊരു ഐഡിയ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ലിപ്സ്റ്റിക്ക് സൂപ്പർ. ആ ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ലിപ്സ്റ്റിക്കായിരുന്നു, അതുകൊണ്ടായിരിക്കും. അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഏതാണ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിച്ചോളി. എന്താ ലോലിപ്പോപ്പോ അങ്ങാണ്ടാം കമ്പനി. ഫാത്തിമ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ജാമിദ ഒരു മതത്തിനെയും അതിൻ്റെ നേതാവിനെയും തെറി വിളിച്ച് അസഭ്യം പറഞ്ഞ് ഉറക്കം ഒഴിച്ച് കാശുണ്ടാക്കി മക്കളെ വളർത്തി ജോലി നേടിയും ഒരു ഗുണവും പിടിക്കൂലാന്ന്. ജോലി നേടിയും ഒരു ഗുണവും പിടിക്കൂല. ഇത് കർമ്മ കാത്തിരുന്നു കാണാം. കർമ്മ കാത്തിരുന്ന് കാണാം മോളെ. ഇത് എഴുതുമ്പോൾ എല്ലാത്തിനും ഒരു കുത്തിടുമ്പം നമുക്ക് മനസ്സിലാവും ആ സെൻറ്റൻസ് അവിടെ അവസാനിച്ചു എന്നുള്ളത്. ഇത് കുത്തും പുള്ളിയൊന്നും ഇല്ലാതെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഗുണവും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കർമ്മ എന്നുള്ളത് കാത്തിരിക്കാം എന്നാണ് മൂപ്പത്തി ഉദ്ദേശിച്ചത്. എല്ലാം മുന്നിൽ വന്ന് അത് തിരിച്ചെടുക്കാൻ ഇപ്പോൾ തിരിച്ചറിവ് വരും. പണം നേടാൻ വേണ്ടി വെറൈറ്റി കണ്ടെത്തിയാണോ തൻ്റെ പണത്തിന് എല്ലാം നേടാമെന്ന വ്യാമോഹമാണ്. ഇത് ജാമിദ ടീച്ചറുടെ കാര്യം എൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് വന്ന് പറയേണ്ട എന്താവശ്യമാണ് ഫാത്തിമ നിനക്കുള്ളത്? ജാമിദ ടീച്ചർ ഒരു മതത്തിനെയും അതിൻ്റെ നേതാവിനെയും കുറ്റം പറയാതിരിക്കുകയോ ചെയ്തോട്ടെ. അത് ജാമിദ ടീച്ചറുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്നിട്ട് ജാമിദ ടീച്ചറെ പറ്റി പറയേണ്ട എന്തൊരു ആവശ്യമുള്ളത്? ജാമിദ ടീച്ചർ ഞാനും സുഹൃത്തുക്കൾ തന്നെയാണ്, എനിക്കൊരു സിസ്റ്ററെ പോലെ തന്നെയാണ് എന്ന് വെച്ചിട്ട് ജാമിദ ടീച്ചറോട് പറയാനുള്ളത് ജാമിദ ടീച്ചറോട് പോയി പറയാം, എന്നോട് പറയാനുള്ളത് എന്നോട് വന്ന് പറയാം. കർമ്മ അവർക്ക് കിട്ടാതിരിക്കുക എന്തോ ചെയ്തോട്ടെ, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കുള്ള കമൻ്റാണ് എനിക്ക് എന്ന് പറഞ്ഞിടണം. ജാമിദ ടീച്ചർ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ ആ വീഡിയോ എടുക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവിടെ പോയി സ്റ്റേ വരെ ചെയ്ത ഒരാളാണ്. നേരം വെളുക്കോളം വീഡിയോസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഒരു സ്ത്രീയാണത്.
കാരണം അവരുടെ വരുമാനം അതാണ്. അവരുടെ വരുമാനം അതല്ല കേട്ടോ, അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരാൾ എൻജിനീയറാണ്, ഒരാൾ ഡോക്ടർ ഭാഗം പഠിക്കാൻ പോയിട്ടുണ്ട്, ഒരാൾ വേറെന്തോ എനിക്കറിയില്ല, ഒരാൾ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെയാണെങ്കിലും അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നിലയിൽ എത്താൻ പറ്റൂല. അപ്പം നിങ്ങൾ പറയും മറ്റേ എന്താ ആരെയും ചെകുത്താനെ പന പോലെ വളർത്തും. അത് ചെകുത്താനായിട്ടല്ല, ദൈവത്തിൻ്റേതായിട്ടുള്ളൊരു ന്യായീകരണം അല്ലെ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഫെമിന, ആ സെമീറ നിനക്ക് പറ്റിയ വെടിയാണ്. സെമീറ എനിക്ക് പറ്റിയ വെടിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതാ സെമീറ എന്ന് എനിക്ക് ഉദ്ദേശിച്ചില്ല. ഇനി എൻ്റെ ബാപ്പാൻ്റെ മൊബൈൽ ഞാൻ തല്ലിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ സെമീറ ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഓളെ വർത്താനം കേട്ടാത്തോന്നും ഓളെ വാപ്പയും അല്ല ഓളമ്മേൻ്റെ ആപ്പയും തമ്മിൽ അവീത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് ഓളെ സംസാരം. എനിക്കറിഞ്ഞൂടാ. എൻ്റെ വാപ്പ ഏതാന്നുള്ളത് എനിക്കറിയാം, ഓളെ ഉമ്മ ഏതാന്നുള്ളത് എനിക്കറിയില്ല. ഉമ്മ പോക്ക വേടിയാണ് എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. എൻ്റെ നാട്ടിലുള്ളതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഓൾ പറഞ്ഞതൊരു പക്ഷേ റെഡി ആയിരിക്കാം. കാരണം ഞാൻ ഇവിടെയാണ് ഉള്ളത്, എൻ്റെ ഫാമിലി അവിടെയാണ് ഉള്ളത്. അപ്പോൾ ആ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. ചിലപ്പം നടന്നായിരിക്കും, എനിക്ക് അറിയില്ല. ആയിഷ, എത്രയോ സ്ത്രീകൾ എന്താ എന്തൊക്കെയോ തെറ്റുകൾ നാൻ തോന്നി എഴുതിയത്. ഇതാ എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല കേട്ടോ. ചെയ്യുന്നുണ്ട്, അതിനൊന്നും ആരും കാണുന്നില്ലേ? ഏതൊക്കെ സ്ത്രീകൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ആരും കാണുന്നില്ലേ? ആയിഷ, അതൊന്നും ആരും കാണാൻ അവർക്ക് കണ്ണില്ല. അവർക്ക് ആകെ കാണാനുള്ള കണ്ണ് ഈ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനൽ മാത്രമാണ്. അതാണ് ആയിഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തിനാ ജസ്നയെ എല്ലാവരും നീ ബോധിപ്പിക്കുന്നത്? അവരോടൊക്കെ പോവാൻ പറ. എന്തിനാ ജസ്നയെ എല്ലാവരെയും നീ ബോധിപ്പിക്കുന്നത്? അവരോടൊക്കെ പോകാൻ പറ. ആയിഷ, ഇത് ബോധിപ്പിക്കുന്നതുകൊണ്ടല്ല, പലർക്കും ഭയങ്കര ഇതാണ്. ഞാൻ മുന്നേ ഉള്ളിടത്തുള്ള ഞാൻ ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല, ഞാൻ ആകെ സൈലൻ്റാണ്, പേടിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്താഗതി ചിലർക്കുണ്ട്. ആ ചിന്താഗതി ഒന്ന് മാറിക്കോട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് ഞാൻ ഇട്ടത്. നമ്മളെ സ്ഥിരം താത്ത ഷാഹിദ, ആരും കമൻ്റ് ഇടല്ലേ, എന്നാ പിന്നെ ഇവൾ മറുപടി ആയിട്ട് വരില്ല പ്ലീസ്. ഓ ശരി, പ്ലീസ്. എല്ലാവർക്കും മറുപടി കിട്ടുകയും ചെയ്യണം, കമൻ്റ് ഇടാൻ പാടില്ല, താനും വീഡിയോ കാണുകയും ചെയ്യണം, എനിക്കിട്ട് പൈസ കിട്ടാനും പാടില്ല. എന്തല്ലേ നീ പറഞ്ഞത് കൊണ്ടാന്ന് തോന്നി ഇതിന് ഒരുപാട് കമൻ്റ് ഉണ്ട് താനും. അടുത്തത് പേരെനിക്ക് വായിക്കാൻ കിട്ടൂല. കൊടുത്താൽ പറയുന്നില്ലെന്നോ? ഡേഷ് പോലെയുണ്ട്. കൊടുത്താൽ പറയുന്നില്ല, ഡേഷ് പോലെയുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഐഷു അമൽ, മൊമെൻ്റ് അല്ല മൊമെൻ്റാന്ന് എനിക്കറിയാം. ഞാൻ കോഴിക്കോട് എന്ന് പറയുന്നതും മയ എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടില്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ മനസ്സിലാവും. ഐഷ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പോൺകിട്ട് എന്നാണ് തോന്നുന്നു. പോൺകിട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല. തൊലിക്കട്ടി അപാരം, താങ്ക് യു. അപാരം, ഇവൾക്ക് മാനസിക രോഗമാണ്. ചങ്ങല ആവശ്യമായി വന്നിരിക്കുന്നു. ആയിരിക്കാം, എനിക്ക് മാനസിക രോഗമായിരിക്കാം. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപാരം തൊലിക്കട്ടി തന്നെയാ. പോത്തിനുണ്ടോ ഒജ്ജാതി തൊലിക്കട്ടി? നാമി, ചെയ്ത തെറ്റ് അല്ല, ചെയ്ത തെറ്റ് തന്നെയാണെന്നോ?
ചെയ്ത തെറ്റല്ല, ചെയ്ത തെറ്റ് ആണ്. മനസ്സിലായില്ല? അതിന് ഇനിയും എന്തൊക്കെ മാറ്റി പറഞ്ഞിട്ടും കാര്യമില്ലടി വേശി. ഓ ആയിക്കോട്ടെ. ഈ ചെയ്തത് എന്നാണെങ്കിൽ പിന്നെയും കാട്ടെ, അത് ചെയ്ത തെറ്റല്ല, അത് ഞാൻ വായിച്ച തെറ്റല്ല കേട്ടോ. അതും കൂടി ഒന്ന് നോക്കിയേക്കേ. സംശയമുള്ളവർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. കമൽ, അങ്ങനെയൊന്നും ചാവില്ല. അതെനിക്കും അറിയാം കമലേ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചാവണമെന്ന് വിചാരിക്കുന്ന ദിവസം മുഴുവനോ കാലിന് കല്യാണമുള്ള ദിവസത്തിലാണ് ഞാൻ ചാവാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ചാവാനാണ്? പിന്നെയും നാമി, കൂത്തിച്ചിക്ക് കഴുപ്പ് മൂത്തതാണ്. ഏത്, നിൻ്റെ ഉമ്മാക്കോ? എൻ്റെ പൊന്നാര നാമി, നീ നിൻ്റെ ഉമ്മാടെ കാര്യം ഇവിടെ വന്ന് പറയല്ലേ പൊന്നാര മോളെ. നിൻ്റെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റൂല. പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല. പച്ച അപരാധി. ഇവളുടെ അബോഷൻ കഥയുടെ തെളിവൊക്കെ ലസീതയുടെ കയ്യിലുണ്ട്. എൻ്റെ കർത്താവേ, അതും എത്തിയോ ലസീതയുടെ കയ്യിൽ? ഏതായാലും ആ ഡേറ്റ് അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. എനിക്ക് ഇപ്പോൾ എല്ലാവരും മറ്റേ ഈ ഒരു ഫ്രെയിം ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഫ്രെയിം ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത പോസിറ്റീവ് കാർഡ്, നമ്മൾ സ്കാൻ ചെയ്തതിന്, പിന്നെ അബോഷൻ ചെയ്തതിൻ്റെ ബില്ല്, ഇതെല്ലാം കൂടി ആക്കിയിട്ട് എനിക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇവിടെ തൂക്കി വെക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളതൊന്നും അങ്ങനത്തെ ഇല്ല. എൻ്റെ മോളുടേതോ മോൻ്റേതോ ആരുടെയോ ഒരു പൊക്കിൾക്കൊടി കുറേ കാലത്തിൽ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഉമ്മ അടുത്തത് ഒഴുക്കിക്കളയണമെന്ന് പറയാം. ഞാനൊക്കെ പ്രസവിച്ച കാലത്തൊക്കെ പൊക്കിൾക്കൊടി വരെ ഒഴുക്കിക്കളയലായിരുന്നു. ഇപ്പം എല്ലാവരും അത് എന്ത് ചെയ്യുക, പ്രിസ്ക്രൈബ് ചെയ്യുക തോന്നുന്നു പറയുക, എനിക്കറിയില്ല. എല്ലാവരും ഉടനെ തന്നെ കാണും. എല്ലാവരെയും നാമിയുടെ ഉമ്മ കാണിക്കും പോലെ എനിക്കത് കാണിക്കാൻ പറ്റൂല കേട്ടോ. നാമി തന്നെ, നിനക്ക് പോസിറ്റീവ് വരുന്നത് പ്രഗ്നൻസി ടെസ്റ്റിൽ മാത്രമാണ്. പൊന്നാര നാമിയെ, ഞാൻ നിർത്തിയതാ, ഇനി വരൂല. നിനക്ക് തോന്നുകയാണ് അത്. എനിക്കിനി അങ്ങനെ ഒരു പോസിറ്റീവ് വരാനില്ല. ഷാൻ പുഷ്പൽ, ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ചുണ്ടിൽ കടന്നൽ കുത്തിയ പോലെയുണ്ട്. അതുകൊണ്ട് എൻ്റെ മോള് ഇനി ലിപ്സ്റ്റിക്ക് ഇടരുത്. എനിക്കും ആ ലിപ്സ്റ്റിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കമ്പനിക്കാരൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെങ്ങനെയാണ് വേണ്ടാന്ന് പറയുക, അത് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ പിന്നെ എടുത്തു എന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അന്ന് ട്രയൽ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ ന്യൂഡാണ് ഇടാറ്. അതോ എനിക്ക് അങ്ങനെ കടന്നൽ കുത്തിയത് പോകണം തോന്നാറില്ല. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജുറ, ഒരു ഇച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ചിരിയും എന്തൊക്കെ സ്ഥിരമായിട്ടിരുന്നത്, എന്താ ഒന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് ഇത്രമാത്രം കമൻറ്റുകളാണുള്ളത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ആരോടാണെന്ന് വെച്ചാൽ, ഫസ്ന ഷംസീറിനോട്. ഫസ്ന ഷംസീറേ, നിൻ്റെ ഉമ്മ എൻ്റെ വാപ്പാനെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് നിൻ്റെ ഉമ്മാനോട് പറ. നിൻ്റെ ഉമ്മാൻ്റെ ആസനത്തിലുണ്ടല്ലോ നല്ല തിളച്ച വെള്ളം ഞാൻ അങ്ങ് ഒഴിക്കും. എൻ്റെ വാപ്പാൻ്റെ പുറകെ ഇങ്ങനെ നിൻ്റെ ഉമ്മ നടക്കുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം നിൻ്റെ ഉമ്മാൻ്റെ ആസനത്തിൽ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ തള്ളച്ചിക്ക് ആ ഒരു പ്രശ്നമേ വരൂല കേട്ടോ. അത് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ഫസ്ന ഷംസീർ എന്ന് പറയുന്ന ആൾ ഈ വീഡിയോ കാണുമല്ലോ, അപ്പോൾ അവൾക്ക് മാത്രം മനസ്സിലാവും. നിൻ്റെ ഉമ്മയുടെ ആസനത്തിൽ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീരാവുന്ന കയപ്പേ നിൻ്റെ ഉമ്മാക്കുള്ളൂ എന്ന് ഇനിയിപ്പം നിൻ്റെ ഉമ്മയാണോ, നിൻ്റെ ഉമ്മാൻ്റെ പേര് അങ്ങനെയല്ല എന്നുള്ളത് എനിക്കറിയാം, റംസീന എന്നാണ്. അപ്പം റംസീനോടൊന്ന് പറഞ്ഞേക്കണ്ടി, ആസനത്തിൻ്റെ അകത്ത് നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ച് ഞാൻ അങ്ങ് തരും. അപ്പം തീരും നിൻ്റെ റംസീനയുടെ കയ്പ്പ് എന്നുള്ളത്.
കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തോ നടന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കാനും അറിയാനൊക്കെ ആകാംക്ഷഭരിതമായിട്ട് കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള നമ്മുടെ ഫസ്ന ഷംസീറിനെ പോലെയുള്ള ആൾക്കാരോട് മണ്ട മക്കളെ മണ്ട കേട്ടോ. എനിക്ക് ഈ ചിരിച്ചു നിൽക്കുന്ന മുഖം മാത്രമല്ലാത്ത തെറി വിളിക്കുന്ന ഒരു മുഖോടി ഉണ്ടെന്ന് നിന്റെ ഉമ്മാക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, നിനക്കും അറിയാവുന്നതാണല്ലോ. നിന്റെ കെട്ടിയോൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനങ്ങ് കുത്തിരിക്കും കേട്ടോ പൊന്നും മോളെ ഫസ്ന ഷംസീറെ. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം പറയാണ്. ഇതിന് വേഗം കമൻറ്റ് ഇട്ടോളൂ. മറുപടിയുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ വെയിറ്റ് ആൻഡ് സി. പിന്നെ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഓക്കെ, ടാറ്റാ.